എല്ലാവർക്കും സുഖമല്ലേ? സഞ്ചാരി അമ്മയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൽബയിലാണ്. അപ്പോൾ കൽബയിൽ 7 സബ്മിറ്റ് ഹൈക്കിംഗ് ട്രെയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. നമുക്ക് ഇവിടെ ഹൈക്ക് ചെയ്തിട്ട് ആ മുകളിൽ വരെ പോകാം. അപ്പോൾ 7 സബ് എന്ന് പറഞ്ഞാൽ 7 അത് കണ്ടില്ലേ, അതാണ് 7 എമിറേറ്റ് ആണ് കേട്ടോ അതും. അപ്പം നമുക്ക് അങ്ങോട്ട് കയറി പോകാം. ഇവിടെ കണ്ടില്ലേ വലിയൊരു നാഷണൽ ഫ്ലാഗ് ഉണ്ട് UAE. നല്ല രസമുണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് എല്ലാം വെച്ചത് കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യണമെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ചെറിയൊരു ഇത് കൂടെ കയറി നമുക്ക് അങ്ങനെ പോകാം, കണ്ടിട്ട് വരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല, നല്ല കാറ്റെല്ലാം ഉണ്ട്. നടക്കാൻ പറ്റിയ ടൈം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് കേട്ടോ വന്നത്. നമ്മളിങ്ങനെ കയറി പോണം. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ എത്തിയിരിക്കുകയാണ്.
ഏറ്റവും മുകളിൽ ഇതാണ് താഴേക്കുള്ള വ്യൂ. അയ്യോ ഞാൻ കിതച്ചു പോയേ. ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ. ഒന്നിപ്പോൾ കുറച്ച് പോയി നോക്കാം നമുക്ക്. യുടെ പതാക പാറിപ്പറന്ന് നടക്കുന്നു. നല്ല ഭംഗിയുണ്ട് അല്ലേ? അവിടെയൊക്കെ ഏതൊക്കെയാ മലകൾ, എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടല്ലോ. ഓ ഓക്കെ, ഇതങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോയി പോയി അവിടെ വരെ ഉണ്ട്. ഇങ്ങനത്തെ 7 ഉണ്ട്. അതുപോലത്തെ 7 ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഉള്ള വഴിയാണത്. ഇവിടെയൊക്കെ എന്താ ചെറിയ കൽപ്പടവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുമെന്നറിയില്ല. അപ്പോൾ വരാത്തവർ എന്തായാലും വന്ന് കാണാം. ഓക്കെ, ഇവിടെ സോളാർ ലൈറ്റിലാന്ന് തോന്നുന്നു. സോളാർ പാനൽ കുറേ ഉണ്ട്. ഗൈസ്, ഇവിടെ നിന്നിട്ട് നല്ല കാറ്റ്. ഞാനിപ്പോൾ 7 സബ്മിറ്റിൽ ഒരു സബ്മിറ്റിൻ്റെ മുകളിലാണ് നിൽക്കണത്. കാറ്റൊക്കെ ഉണ്ട്, പറന്നു പോകുമെന്ന് എനിക്ക് ഡൗട്ട്. കാറ്റുണ്ട്, വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഊഫ്, നല്ല ഹൈറ്റിലാട്ടോ. ഇനിയിപ്പം താഴെ നോക്കുമ്പോൾ ചെറിയ വരുന്നുണ്ട്. ഞാൻ വെള്ളം ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചിറങ്ങാൻ കേട്ടോ. നമ്മുടെ വയനാട് ചുരം മാതിരി
വളഞ്ഞ് തിരിഞ്ഞ് സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ചില വളവൊക്കെ ഇങ്ങനെ 90 ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ എല്ലാം വരും കേട്ടോ. ഇപ്പോൾ നല്ല വിൻ്ററാണ്. പിന്നെ ഹൈക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ചെറിയ ചെറിയ ബിഗ്നേഴ്സിനൊക്കെ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. വിൻ്ററൊക്കെ നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. ഞാനിവിടെ നോക്കുകയാണ്. കാരണം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് ഇങ്ങനെ തിരിയുമ്പോൾ. അപ്പം നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ നേരെ താഴെ പോയി കിടക്കും. ഓക്കെ, ഇപ്പം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ആൾക്കാർ അറിയാത്തതുകൊണ്ടാണോ അതോ ഇനി ഇവിടെ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. അറിയാത്തതാണെങ്കിൽ എന്തായാലും വന്നിട്ട് കാണണം കേട്ടോ. നല്ല സ്ഥലം, ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലം. ഓക്കെ, ഞാൻ നേരത്തെ കണ്ട സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അത് ഇവിടം വരെ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ, അങ്ങ് വരണ്ട്. പക്ഷേ സ്റ്റെപ്പ് എങ്ങനെ കയറും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നെ കൊണ്ട് പറ്റില്ല. കണ്ടില്ലേ, കുത്തനുള്ള സ്റ്റെപ്പാണ്. എന്തായാലും രസമായിരിക്കും കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, ഇവിടെ തന്നെ നല്ല ഗ്രീനറിയൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞു, താഴെ എത്തി. തീർച്ചയായിട്ടും വരണം കേട്ടോ എല്ലാവരും. പിന്നെ വരുമ്പോൾ ഹൈക്കിംഗ് ഷൂസ് ഇടുക, കുറച്ച് ഗ്രിപ്പുള്ളത്. വെള്ളം എടുക്കുക, വെള്ളം കരുതുക. പിന്നെ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. വന്ന് നമുക്ക് ഇതാ അവിടെ വരെയാണ് നമ്മൾ കയറിയത്. ഓക്കെ, ജസ്റ്റ് ഒരു ബേസിക് ഹൈക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം സഞ്ചാരി അമ്മി.